അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഭാഗമാണ്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇവിടെ എത്ര തരം കോഴിയുണ്ട്? കോഴി മെയിനായിട്ട് പറഞ്ഞാല് പുള്ളിക്കോഴിയാണ് കൂടുതലുള്ളത്. പിന്നെ ചണ്ടുമുറി എന്ന് പറഞ്ഞാൽ ഒരു കോഴി കണ്ടോ, ഇത് കണ്ടോ, ഇതിന് പുതിയ പുതിയ വെറൈറ്റിയാണ്. കളർ കണ്ടോ? ഇനി ഈ കോഴിനെ മെയിനായിട്ട് വളർത്തുന്നത് എന്തിനെന്നറിയാം? നമുക്ക് ഇതിന്റെ ശരിക്കും ജോലിക്കാരാണ് ഈ കോഴികൾ. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാല് നീ വന്നിട്ട് ഈ വളപ്പിനൊരു പ്രത്യേകത കാണുന്നില്ല. ശരിക്കും പറഞ്ഞാല് ചില ഇപ്പൊ മഴക്കാലം തന്നെ ചില കുളത്തിലെല്ലാം പുല്ല് മുളക്കല്ല, കാടെല്ലാം മുളക്കും. ഈ ഇവിടുന്ന് കാട് തന്നെ നിങ്ങൾ കാണില്ല, ഏറ്റവും ഒരു പുല്ല് വരെ മുളക്കില്ല. അപ്പൊ ഇവരാണ് എന്റെ ജോലിക്കാർ. ഇവര് മുട്ടയും തരും, പിന്നെ ഇവരെ ജോലിക്കാരെടുക്കുന്നത് പണിയെടുക്കുന്നത്. ഇതാണ് ഓൾഡ് ലൈനേജ്. ഇത് മുമ്പെല്ലാം കാണലുണ്ട് ഇങ്ങനത്തെ കോയിന. ഇപ്പൊന്ന് വെച്ചാൽ മൊത്തത്തിലായിട്ട് മാറിയത്. ഇപ്പൊ കാണുന്നില്ല ഇങ്ങനത്തെ ഒന്നും കോയിന. ഓ പിന്നെ ഇവിടെ പല വൃക്ഷങ്ങളാണുള്ളത്. വൃക്ഷങ്ങളാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 1.5 കൊല്ലം 2 കൊല്ലമായിട്ടുണ്ടാവും അല്ലേ ആ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ വന്ന സ്ഥിതിക്ക് ഇറക്കിയതാ. നല്ല അടിപൊളി മാഗസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഫ്രൂട്ട്സിൽ എന്താ ടേസ്റ്റ്? നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനാണെങ്കിൽ നല്ല അടിപൊളി മധുരം കേട്ടോ. നല്ല രസമുണ്ട്. രണ്ടും തിന്നണോ? ഒന്നുകൂടി കിട്ടി. അടിപൊളിയുണ്ട്. അങ്ങോട്ടേക്ക് വെച്ചിട്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.